ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഹാൻഡ് എംബ്രോയിഡറി വർക്കും നമുക്ക് ഓരോരോ എക്സ്പീരിയൻസ് ആണ്. ചിലത് നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റോടെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാനായിട്ട്. ചിലത് നമ്മൾ ധൃതി പിടിച്ച് എങ്ങനെയും ഒന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. പക്ഷേ ചിലത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള വർക്കുകളുണ്ട്. അങ്ങനെയുള്ളൊരു വർക്കാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കവണിയാണ്. കവണി എന്ന് പറയുന്നത് ചട്ടയും മുണ്ടിൻ്റെയും കൂടെ അമ്മച്ചിമാർ പെയർ ചെയ്യുന്ന ഈ സെറ്റ് മുണ്ടിൻ്റെയും നേരിയതുണ്ടല്ലോ, നേരിയത് പോലെ കൊടുക്കുന്ന ഒരു 2.5 മീറ്റർ വരുന്ന ഒരു ഷോൾ പോലത്തെ ഒരു മെറ്റീരിയലാണ് കവണി എന്ന് പറഞ്ഞാൽ. കുറെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പൊ പിന്നെ ചട്ടയും മുണ്ടും ഒക്കെ കൊടുക്കുന്നവർ വളരെ കുറവായതുകൊണ്ടും പല ഭാഗത്തോട്ടും ഇതിന് പല പേരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കവണി എന്നാണ് ഇവിടെ കോട്ടയം ഭാഗത്തൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കവണിയാണ്. നോർമലി നമ്മൾ ഇവിടെയുള്ള കവണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പൂക്കൾ ബോർഡർ ഫുള്ളായിട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യാറ്. അതായത് ഒരു ബോർഡറിൽ 8 or 10 ഡിസൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടാണ് നോർമലി നമ്മൾ കവണി ചെയ്യാറ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കവണിയാണ്. ഒരു ബോർഡറിൽ 4 ഡിസൈനേ വരത്തുള്ളൂ. പിന്നെ സെൻട്രൽ പോർഷനിലും ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 10 ഡിസൈൻസ്. എന്നാൽ ഡിസൈൻസ് തീരെ ചെറുതല്ല. നമ്മൾ സാരിയിലൊക്കെ കൊടുക്കുന്നത് പോലത്തെ ഏകദേശം ഈ വലിപ്പം വരുന്ന പോലത്തെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സാരി ചെയ്ത സമയത്ത് ഞാൻ ഈ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞൊരു ഹോബി ആയിട്ടൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്ത് തുടങ്ങിയതും ഇതുപോലത്തെ കവണിയിലാണ്. അപ്പം ഈ ഒരു പാറ്റേണിലുള്ള കവണി ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും നേരത്തെ ഇതുപോലത്തെ ഒരു കവണി ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നിയായിരുന്നു. കാരണം വെച്ചാൽ അത്രയും ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു കവണിയാണ്. അപ്പം ഈ ഒരു ഓർഡർ, സാധാരണ കവണികളുടെ ഓർഡറൊക്കെ നമുക്ക് വളരെ റെയറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സമയമില്ലാത്ത ഒരു ടൈമിലാണെങ്കിൽ പോലും ഞാൻ കവണി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്തൊരു ഓർഡറാണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു 3 ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലത്തെ 10 ഡിസൈൻസ് ഫുൾ ബോർഡറിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് പോലെ ഇങ്ങനെ 10 ഡിസൈൻസ് ആണ് ഈ ഒരു കവണിയിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം സെയിം സൈസിൽ വരുന്ന ഏകദേശം ഒരു സെയിം ഗ്യാപ്പിൽ നമ്മളിതുപോലെ 10 ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഓർഗൻഡി ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം കവണി പല ആൾക്കാരും പല നീളത്തിലാണ് എടുക്കുന്നത്. അപ്പം ഇത് നമ്മളൊരു 2.25 ഇല്ല, ഒരു പൊക്കം കുറഞ്ഞ ആൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. നോർമലി 2.25, 2.5 കവണിക്ക് എടുക്കുന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഒരു ഷോള് ചുറ്റും എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് കണ്ടോ, ഇത് സാരിയിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്. നല്ല രസമായിട്ട് തന്നെ നമ്മളിതിനെ ഫിനിഷോടുകൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവണിയും കൂടി ഉണ്ട്. 2 കവണിയാണ് ഓർഡർ വന്നിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചട്ടയമുണ്ടിന്റെ ഫോട്ടോസ് ഇതുപോലെ നമ്മൾ നേരത്തെയും കവണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടയമുണ്ടിന്റെ ഫോട്ടോസ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളതിനകത്തെ കവണിയാണ് ചെയ്യുന്നത്. ചട്ടയും മുണ്ടും എന്ന് പറയുന്നത്, ചട്ട എന്ന് പറയുന്നത് നമ്മൾ കോട്ടൺ തുണി വാങ്ങിച്ച് തയ്പ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റിച്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് ചട്ട തയ്ക്കുന്ന ആൾക്കാരെ പരിചയമുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തയ്പ്പിക്കണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്യിപ്പിച്ചു തരാം. നമുക്ക് പേഴ്സണലി ഇല്ല. പിന്നെ മുണ്ടെന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. വെള്ളമുണ്ട് എടുക്കുന്നവരും ഉണ്ട്, കസവുമുണ്ട്, കോടിമുണ്ട് എടുക്കുന്നതും ഉണ്ട്. വെള്ളമുണ്ടാണെങ്കിൽ നമുക്ക് വെള്ള തുണി, ഡബിൾ മുണ്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള നീളത്തിൽ അങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോടിമുണ്ടാണെങ്കിൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആണുങ്ങളുടെ മുണ്ട് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങൾ കൊടുക്കുന്ന മുണ്ടിന് ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു കര വരത്തുള്ളൂ, ബോട്ടം പോർഷനിൽ ആ കര വരത്തില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ഒന്നും അതിനകത്തില്ല. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഫംഗ്ഷൻ വെയർ ആയിട്ട് അതിലൊക്കെ എംബ്രോയിഡറി ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ രണ്ടാമത് കാണിക്കുന്ന ഗൗണി. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇത് കളർ കോമ്പിനേഷനൊക്കെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്തും 10 ഡിസൈൻസ് ചെയ്ത്. ഇത് ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് ഡിസ്പാച്ച് ചെയ്ത കവണിയായിരുന്നു. പക്ഷെ നമുക്ക് വീണ്ടും അത് നമ്മുടെ കയ്യിൽ തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു കവണിയുടെ വീഡിയോ കാണിക്കുന്നത്. ശരിക്കും ഫോട്ടോസ് മാത്രം എടുത്ത് ഓൾറെഡി നമ്മൾ സമയമില്ലാഞ്ഞത് കൊണ്ട് ഡിസ്പാച്ച് ചെയ്തൊരു കവണിയായിരുന്നു. അപ്പം നമുക്കത് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി ആക്ച്വലി. അപ്പം ഇങ്ങനെ 10 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കവണിയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറിൽ ഓർഗൻഡി സാരിയിൽ ഈ ഒരു പൂവിൻ്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. പല്ലു പോർഷൻ്റെ മെയിൻ എൻഡിൽ സെയിം ടൈപ്പ് തന്നെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഇതിനകത്ത് സ്കാറ്റർ ചെയ്ത് സിംഗിൾ ഫ്ലവർ ഡിസൈനായിട്ടാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ എൻഡിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബോർഡറിൽ കൂടെ സ്കാറ്റർ ചെയ്തൊരു 10 ഡിസൈൻ വരുന്ന പോലെ ബോർഡറിൽ ഫുള്ളായിട്ടും ഇങ്ങനെ ഈ ഡിസൈൻസ്
ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സാരി ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആ ഒരു സാരിയുടെ പകുതി പോർഷൻ വരെയും ഈ ഒരു പല്ലുവിൻ്റെ പുറകിലോട്ട് കിടക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടും അത് ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മൾ ഡയറക്ഷൻ മാറ്റി ഫ്രണ്ടിലോട്ട് വരുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെസ്റ്റ് പോർഷന് വരുമ്പോൾ 2-3 ഫ്ലവേഴ്സ് കുറച്ചും കൂടെ അടുത്ത് വരുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 10 ഫ്ലവേഴ്സ് ഇതുപോലെ ടോട്ടലായിട്ട് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ സ്റ്റാൻഡിങ് പോസിലായിട്ടാണ് ഓരോ ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഡിസൈൻ ആദ്യമായിട്ട് ഈ ഒരു പാറ്റേണിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്നും ചെയ്യണ്ട കേട്ടോ, ഞാൻ പറയാം. ഇത് വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സാരി തന്നെയായിരുന്നു. ഇതിനകത്ത് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. സോൾഡറിങ് ആൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കട്ട് വർക്ക് എംബ്രോയിഡറി, ടോയ് കട്ട് വർക്ക് അല്ല. പിന്നെ ഷാഡോ വർക്ക് കൊടുത്ത് നമ്മളതിനെ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു എംബ്രോയിഡറി പാറ്റേൺ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫുൾ ബോർഡറും ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ സ്കാലപ്പ് അല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഡിസൈൻ വരുന്നൊരു പാറ്റേണിൽ വരുന്നൊരു സ്കാലപ്പ് വർക്കാണ്. ബോർഡർ എൻഡൊക്കെ ഈ ഒരു പാറ്റേണിൽ വരുന്ന പോലെയാണ് ഈ ഒരു സ്കാലപ്പ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസൈൻ വരുന്ന പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഉള്ളിലെ എൻഡിൽ വരുന്ന ഡിസൈനാണ്. ഞാൻ ഈ സാരി ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുകൊണ്ട് വീണ്ടും ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിനകത്ത് ഇതുപോലത്തെ 12 ഡിസൈൻസ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ സാരി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതിനകത്ത് ആ ഒരു ബോർഡറിൻ്റെ പല്ലു പോർഷനിൽ വരുന്ന പോലെ തന്നെ 4 ഡിസൈൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ ഇതുപോലെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ വീണ്ടും ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ അടുപ്പിച്ച് ആ ഒരു ഫ്ലീറ്റ്സ് വരെ വരുന്ന വരെയും ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുമ്പോഴത്തേക്കും റൈറ്റ് ലെഗ് പോർഷനിൽ മാത്രമേ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫ്ലീറ്റിനിടയ്ക്ക് ഡിസൈൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഈ സെയിം ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ആ ഒരു ബോട്ടം പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണിക്കുന്ന ആ ഒരു വൈറ്റ് കളറിൽ നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ ഒരു പാറ്റേണിൽ തന്നെയുള്ളൊരു സാരിയാണ്. ഇതിനകത്തും സെയിം ഡിസൈനും സെയിം കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോട്ടം ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ നോർമലി ചെയ്തതുപോലെ ഇതുപോലത്തെ 4 ഡിസൈൻസ്, അതായത് പല്ലു പോർഷനിലുള്ള ഡിസൈൻ, ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻ, റൈറ്റ് ലെഗ് പോർഷനിലുള്ള ഡിസൈൻ എന്നുള്ള ആ ഡിസൈൻസ് സെയിം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പല്ലു പോർഷനിൽ ഒരു ഡിസൈനകത്ത് 5 സിംഗിൾ ഫ്ലവേഴ്സ് ഉള്ള ആ സിംഗിൾ ഫ്ലവറിനെ നമ്മൾ സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ ഇതിൻ്റെ പല്ലുവിൽ ഫുൾ ആ ഒരു പോർഷനിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ തലയിലിടുവോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് പോലെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പല്ലു പോർഷൻ. അതാണ് ഈ ഒരു സാരിയിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. വീണ്ടും ഞാൻ ഒത്തിരി മുഹൂർത്ത് പിന്നെയും കാണിക്കുന്നില്ല. സെയിം ഈ ഒരു 5 ഫ്ലവേഴ്സ് വരുന്ന ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ച വർക്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കാണിച്ച എല്ലാം ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ്. ഇതുപോലെ തന്നെ നമുക്ക് മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിട്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്പാച്ച് ടൈമിന് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയോളം മിഷൻ എംബ്രോയിഡറി വരുമ്പോൾ കോസ്റ്റ്ലി വരില്ല. അതൊക്കെ നമുക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഓരോന്നിൻ്റെയും റേറ്റ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. അതുപോലെ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻ, അതായത് നമ്മൾ ഇതുവരെയും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. സെയിം റിപ്പീറ്റ് ഓർഡർ വേണമെങ്കിലും അതുപോലെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.